നമ്മുടെ ക്ഷേമ പെൻഷനുകൾ സഹകരണ ബാങ്കുകൾ കൊടുക്കുന്നത് അവസാനിപ്പിച്ചു. ഇനിയിപ്പം ദേശസാൽകൃത ബാങ്കുകൾ വഴി മാത്രമാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കാൻ പോകുന്നത്. അങ്ങോന്നും ഇങ്ങോന്നുമൊക്കെ മുക്കിനും മൂലയെന്നുമൊക്കെ എതിർപ്പുകളുമായിട്ട് അന്തം കമ്മികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സഹകരണ മേഖല തകർക്കാനാണ്. അല്ല, സഹകരണ ബാങ്കിന് താർക്കാനൊട്ട് ബാക്കിയില്ലല്ലോ. ഇല്ല, അത് നമ്മൾ കരുവന്നൂരും കണ്ടലിലും എല്ലാം നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻ രാജു പറഞ്ഞ പോലെ ഈ സഹകരണ ബാങ്ക് തകർക്കാൻ എനിക്കൊരു ദണ്ഡിയുടെ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ തകർത്തോളാം എന്നാണ്, അതായത് ആ സിനിമയിൽ പറയുന്ന പോലെ ആ മേഖല ഫിനിഷ് ചെയ്തു. ഇവർക്ക് കുരു പൊട്ടാൻ കാരണം ഇവര് ഒരുപാട് പേര് ഈ ക്ഷേമ പെൻഷനുകൾ അനധികൃതമായിട്ട് കൈപ്പറ്റുന്നു. എന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ. ഇത് വളരെ നമുക്ക് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. നമ്മൾ കൊച്ചു കേരളം എന്നാണ് എപ്പോഴും പറയുന്നത് നമ്മുടെ നേതാക്കന്മാർ. ഈ കൊച്ചു കേരളത്തിൽ 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിബന്ധനകളുണ്ട്. ഈ പെൻഷൻ വിതരണത്തിന് നിബന്ധന 1 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ താഴെയുള്ളവർക്ക് മാത്രമേ പെൻഷൻ അനുവദിക്കാവുള്ളൂ. കാറുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. വൈദ്യുതി പിന്നെ എന്താ പറയുന്നത്, വലിയ വീടുകളുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവരുടെ കാലത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. എന്താണ് കാരണം? അതായത് അന്തം കമ്മികളായിട്ടുള്ള ആൾക്കാരെല്ലാം ഈ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ച് ക്ഷേമ പെൻഷൻ കൈപ്പറ്റി. പ്രധാനമായും സ്വന്തം വീട്ടുകാർക്ക് ആദ്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്? മസ്റ്ററിങ് വരും. മസ്റ്ററിങ് വരുമ്പം ഇനി ഇവരുടെ വരുമാന സർട്ടിഫിക്കറ്റ്, വരുമാനം എല്ലാം തുപ്പി ഇപ്പം കണ്ടോണം, ഇതിനകത്തുനിന്ന് പകുതി കൂടുതൽ ആൾക്കാരെ വെട്ടി ദൂരെ കളയും. ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ, ഡബിൾ പെൻഷൻ, ത്രിപിൾ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട്. ഇതിനെല്ലാം വെട്ടിക്കളയുന്നതോടെ ഇവർ ബഹളമായിട്ട്. ഇത് മറ്റേ SIR ഉണ്ടെന്നില്ലേ, അത് കണ്ണൂരിൽ പണി കിട്ടിയല്ലോ അവർക്ക്. അതെ, അത് തന്നെയാണ് ഈ പശ്ചിമ ബംഗാളിൽ പണി കിട്ടില്ല SIR ഉണ്ടെന്ന്. അതിന്റെ വേറെ പതിപ്പാരിവിടെ സംഭവിക്കാൻ പോകും. പിന്നെ ഈ സഹകരണ ബാങ്ക് മുഖേന ഇവർ ഒരുപാട് പേർക്ക് ഡയറക്റ്റ് പെൻഷൻ കൊടുക്കുന്നതായിട്ട് രേഖയുണ്ടാക്കി. ഇതിനകത്ത് എത്ര എണ്ണം ജെന്യുവിനുണ്ട്? ഇതൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ദൈവത്തിന് അറിയാം. ഈ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുണ്ടായിട്ടുണ്ട്. അതായത് ഇവർ ഈ സഹകരണ ബാങ്ക് ജീവനക്കാർ മുഖേനയാണല്ലോ പെൻഷൻ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചാട്ടം ഇത് മുഴുവൻ ഒപ്പിട്ട് പുള്ളിയുടെ പോക്കറ്റ് ഇടുമായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മച്ചിക്ക് പെൻഷൻ കിട്ടാമെന്ന് അമ്മച്ചി അന്വേഷിച്ച് ചെന്നപ്പോൾ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചതാണ്, ചെറുതായിട്ടൊന്ന് മറിച്ചതാണ്. അപ്പോൾ ഏതാ ഇവന് അങ്ങ് പോക്കറ്റിലിട്ടു. പിന്നെ അല്ലെങ്കിൽ പകുതി കൊടുക്കുക, പകുതി പിന്നെ തരാമെന്ന് പറയുക. ബാങ്കിൽ നിന്ന് മൊത്തം എടുത്തോണ്ട് പോരും. എന്നിട്ട് ഇതിവിടെ പകുതി കൊടുക്കുക, പകുതി പിന്നീട് തരാമെന്ന് പറയും. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പോളിസി എന്താണ്? ഒരാൾക്കും നേരിട്ട് പെൻഷൻ കൊടുക്കാൻ പാടില്ല. നേരിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിലൂടെ അല്ലാതെ പണമായി കൈ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയവും പോളിസി. ആ നയം തന്നെ നമുക്ക് ഇവിടെയും പാലിക്കാൻ കഴിയുള്ളൂ. പണ്ടൊക്കെ എൻ്റെ അപ്പൂപ്പനെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന് പെൻഷനും കൊണ്ട് പോസ്റ്റ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പോസ്റ്റ് അത് തപാൽ വഴിയാണല്ലോ വരുന്നത്. അതൊക്കെ പിന്നീട് നിന്നില്ലേ, എല്ലാം ബാങ്ക് ട്രാൻസ്ഫർ വഴിയായില്ലേ. തപാൽ വഴി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ തപാൽ കൊടുക്കുന്ന പോസ്റ്റ്മാൻ ഇത് ഇയാളാണെന്ന് ഉറപ്പിക്കണം. എന്താണ് ഈ ആധാർ കാർഡും ഒക്കെ നോക്കി. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ഇല്ലായിരുന്ന കാര്യം പറഞ്ഞല്ലോ. ഇന്നലെ എനിക്ക് പാസ്പോർട്ട് എൻ്റെ റിന്യൂ ചെയ്യാൻ കൊടുത്ത് ലഭിച്ച ദിവസമായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് നെടുമങ്ങാട്ടുള്ള എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് പോസ്റ്റ് വുമൺ ഒരു സഹോദരിയാണ് വന്നത്. അവർ വന്നു, ഞാനാണെന്ന് ഉറപ്പുവരുത്തി ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് വന്നിട്ട്. കർശന നിലപാടാണ്. അതെ, തപാൽ വകുപ്പിന് കർശന നിലപാടുണ്ട്. എനിക്കും അനുഭവമുണ്ട്. എൻ്റെ പേരിൽ വരുന്ന രജിസ്റ്റേർഡ്, ഞാൻ ഈ വിവരാശമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ രജിസ്റ്റേർഡ് വരുന്നുണ്ടേ. ഒരു ദിവസം ഇതുപോലെ എന്നെ വിളിക്കുകയാണ്. ഇതുപോലെ ഒരു പെങ്കൊച്ചാണ് പുതിയതായിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ എന്നോട്, സാറേ ഇത് ഇവിടെ, ഞാൻ പറഞ്ഞു വീട്ടിൽ വൈഫുണ്ട്, കൊടുത്തേക്കാമോ? ഇല്ല, അത് കൊടുക്കാൻ പറ്റത്തില്ല, സാറിനെ തരത്തുള്ളൂ. ഞാൻ പറഞ്ഞ്, നിങ്ങൾക്ക് എന്നെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ചിലപ്പോൾ വൈകിട്ടായിരിക്കും, പിന്നെ നാളെ ആയിരിക്കും, പിന്നെ നിങ്ങൾ അതിലേക്ക് കൈവച്ചത് വെറുതെ പോകും. അല്ല സാറേ, കൊടുക്കാൻ പറ്റില്ല. അല്ലേ സാർ ഒരു പണി, ഒരു ഓതറൈസേഷൻ എഴുതി തരണം. എനിക്ക് എൻ്റെ പേരിൽ വരുന്ന രജിസ്റ്റേർഡ് കത്തുകൾ എൻ്റെ ഭാര്യ ഇന്നയാൾക്ക് ഈ ഒപ്പിടാനുള്ള അനുവാദം, ഞാൻ സ്ഥലത്തില്ലാത്തപ്പോൾ എടുക്കാനുള്ള അനുവാദം ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി ഞാൻ കൊടുത്തു. അതിനുശേഷമാണ് വീട്ടിൽ ഭാര്യയെ ഒപ്പിട്ട് മേടിച്ചു. അല്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കള്ളക്കളിയുണ്ട്. ഈ പെൻഷൻ്റെ പേരിൽ നടക്കുന്ന കള്ളക്കളികൾ ഒരാൾക്ക് തന്നെ പല, പിന്നെ എന്താണ്, വിധവാ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും അതിവർ കൊടുക്കുന്ന, നമ്മൾ ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസത്തിൽ കുറേ പേര് ചത്തുപോട്ടവന്മാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്തവരാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവർ CPM-കാർക്കാണ് ഇത് കൊടുക്കുന്നത്. ആണ് അവരുടെ വീട്ടിലുള്ള ഒരാളുടെ ഒരു വീട്ടിൽ 3-4 പേർക്ക് ഇവർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ ഡയറിയും കൊണ്ട് നടക്കുന്ന സഹാക്കന്മാരുണ്ടല്ലോ, പഴയ സ്കൂളുകാരുണ്ടല്ലോ, ഈ ആശാന്മാരെ പ്രധാന ജീവിതമാർഗ്ഗം ഇതാണ്. അതാണ് അതിൻ്റെ പരവുമായ സത്യം. ഇവരിങ്ങനെ നടക്കും, അമ്മ ശിവരെ ഞാൻ പെൻഷൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് നടക്കുന്നു. അതൊക്കെ ശരിയാക്കി എല്ലാം റെഡിയാക്കി, എല്ലാ ഓഫീസിൽ അവിടെയൊക്കെ പോയി എല്ലാം ശരിയാക്കുന്നു. പിന്നീട് അവർക്ക് കിട്ടുന്ന പൈസ എന്ന് ഇവരൊരു വീതം അങ്ങ് വാങ്ങിക്കും. അല്ല, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ബാങ്ക് മുഖേന, അതായത് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ മുഖേന ഓരോ വർഷവും ഇത് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഈ പെൻഷൻ വാങ്ങുന്ന ആൾ മരിച്ചിട്ടുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, ലൈഫ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ടത്
ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ അവിടേക്ക് വരും. ഇപ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, അത് നമ്മൾ എനിക്ക് ആദ്യമൊക്കെ ഈ ഗ്രാമീണ ബാങ്ക് മുഖേനയാണ് കിട്ടിക്കൊണ്ട്. ഉടനെ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഗ്രാമീണ ബാങ്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇത് കട്ട് ചെയ്ത് പോയി കാണാൻ എന്തെങ്കിലും വിഷയമായിരിക്കും. ഞാൻ നോക്കുമ്പോൾ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത്. അപ്പോൾ എന്ത് ചെയ്ത് സർക്കാർ ഇത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉള്ളവർക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുക, സർക്കാർ സ്ഥാപനമല്ലേ. എല്ലാവർക്കും ദേശസാൽകൃത ബാങ്ക് മുഖേന. പിന്നെ ഇന്ന് ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് ഇത്രയും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. അത്യാവശ്യം കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാവശ്യത്തിനും ബാങ്കിൽ പോകുന്നില്ല. പണം നമുക്ക് വലിയ തുക പണം എടുക്കണമെങ്കിൽ മാത്രമാണ് നമ്മൾ ബാങ്കിൽ പണയം വയ്ക്കാൻ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഈ ആപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കാറുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നുകിൽ ഗൂഗിൾ പേ വഴി കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആപ്പിൽ കയറും. ഇപ്പോൾ SBIക്ക് ആണെങ്കിൽ യോനോ എന്ന് പറയുന്ന ആപ്പുണ്ട്. ഏറ്റവും നല്ല ആപ്പ് ഞാൻ നോക്കിയിട്ട് ഈ ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ഈ യോനോ ആപ്പാണ്. അതിനകത്തുനിന്ന് നമുക്ക് ഈ കാർഡില്ലാതെ പൈസ വരെ വലിക്കാം. ഏതാ യോനോ ക്യാഷ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കാർഡ്ലെസ് ട്രാൻസാക്ഷനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തേക്കാം, നമ്മുടെ പാനും ആധാറും കൊടുത്ത് നമ്മുടെ KYC രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കിലോട്ട് വേണമെങ്കിലും പൈസ ഇടുകയോ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന ഈ പാവപ്പെട്ട അമ്മച്ചിമാർക്ക് എല്ലാം ഇപ്പോൾ പോരായെങ്കിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊണ്ടും എടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ടും ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരു ഇന്ത്യയിൽ കുറവാണ്. അങ്ങനെ ഒഴിയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. ഇവർ ആളെ വ്യാപകമായി പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരിക്കൽ 2 വർഷം മുമ്പ് ഞാനൊരു ബസ് യാത്ര എൻ്റെ അടുത്ത് പ്രായമുള്ള 2 മുസ്ലിം സ്ത്രീകൾ സംസാരിക്കുന്നത്. അത് ഒരു സ്ത്രീ മറ്റു സ്ത്രീയോട് പറയുകയാണ്, നമ്മൾ അറിഞ്ഞത് നമ്മുടെ സാക്കളെ കൊണ്ടെന്ന് പറഞ്ഞത് ഈ താമസിയാതെ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയെല്ലാം മോദി അങ്ങ് സർക്കാരിലത്തേക്ക് കണ്ടുകെട്ടാൻ പോകണമെന്നാണ്. അപ്പോൾ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നവർ. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള. അപ്പം ഈ പെൻഷനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്നും പോരാ, അതൊക്കെ ഭയങ്കര ഫോർമാലിറ്റീസാണ്. നിങ്ങൾ അവിടെ പോയിട്ട് കാത്തിരിക്കേണ്ട ഒരു ബാങ്കിൽ തിരക്കറിയാമല്ലോ. നമ്മളെ സ്വന്തം സഹകരണ സംഘം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്ത് നിങ്ങൾ അവിടെ പോകണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇവിടെ ഇറക്കി ഈ പറഞ്ഞ ഉടായ്പ മുഴുവൻ അവർ നടത്തുകയും ചെയ്യും. ഈ സഹകരണ സംഘം വഴി കൊള്ള അടിച്ചുകൊണ്ടിരിക്കുന്ന ആശമാർ എല്ലാ സഹകരണ സംഘവും കൊള്ളയടിച്ചല്ലോ. അതായത് കോൺഗ്രസ് മാനമര്യാദയ്ക്ക് നടത്തിക്കൊണ്ട സഹകരണ സംഘം വരെ ഇവന്മാർ കള്ള വോട്ടിലൂടെ പിടിച്ചെടുത്തിട്ട് അതിനകത്തെ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അല്ല, അതെന്താ അറിയാമോ, ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ സുഖമാരാണല്ലോ, അങ്ങളെ ചേർക്കില്ല. CPM അവരുടെ വീട്ടിൽ ഒരാൾ കുട്ടിക്ക് 18 എത്ര വയസ്സാണ്, ഇതില്ല 18 വയസ്സാണെന്നുണ്ട് മെമ്പർഷിപ്പ് എടുക്കുക. അവരെല്ലാം 18 വയസ്സാണ് പിറ്റേന്ന് കൊണ്ടെല്ലാം മെമ്പർഷിപ്പും എടുക്കും. കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. വോട്ടേം ചെല്ലുമ്പോഴായിരിക്കും കഥ അറിയുന്നത്, സംഗതി മാറിയത്. ഇവർ ഈ അടിച്ചുമാറ്റലിൽ എക്സ്പേർട്ടുകളാണ്. അതെന്താണെന്ന് അറിയാമോ? ഈ അടിച്ചുമാറ്റൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം ഇതിനകത്ത് കള്ളപ്പണം എത്ര കിടപ്പുണ്ട്. ഈ ബാങ്കിൽ കയറി കഴിയുമ്പോൾ ഇവർക്കറിയാം ഓരോ ആശാന്മാരുടെയൊക്കെ 1 കോടി 2 കോടിയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പണമിടപാട് സ്ഥാപനങ്ങൾ 12% 15% പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കിയിട്ട് അവർക്ക് മനസ്സിലായി ഇവന്മാർക്കൊന്നും ഇത് പുറത്ത് പറയാൻ പറ്റത്തില്ല. പുറത്ത് പറഞ്ഞാൽ ഇതിന്റെ സോഴ്സ് കാണിക്കണം. ബ്ലേഡുകാരന്മാർ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ പൊട്ടിച്ചാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കണമെന്ന്. പക്ഷെ ഇപ്പം നില മാറി, ഇപ്പൊ കളി മാറി. ഇപ്പൊ ബഡ്സ് ആക്ട് ഒക്കെ വന്നോടെ ഇവന്റെ എല്ലാം ജപ്തി. 80കളിൽ അന്നൊരു ഇങ്ങനെ ഒരു തരംഗം ഉണ്ടായല്ലോ. സാജൻ സിനിമ പിടിക്കാൻ പോയി, ലാഭല്ല രാജൻ, അങ്ങനെ കുറെ ഉണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഇവർ പലരും പിന്നീട് പോയി വേറെ പേരിൽ സാധനം തുടങ്ങുകയും ചെയ്തു. എങ്കിൽ പോലും ഇവരന്ന് രക്ഷപ്പെട്ടത് ഇവരെ കൊണ്ട് കൊടുത്തത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ ഈ പല മത നേതാക്കളൊക്കെ കൊടുത്താണ് പറഞ്ഞത്. അതേ പൈസ എല്ലാം അന്നത്തെ ഒരു ഫാഷൻ സിനിമയിൽ നിക്ഷേപിക്കുക. ഇന്നിപ്പോൾ വരുന്ന റിയൽ എസ്റ്റേറ്റിലായിരുന്നു നിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അതും റിയൽ എസ്റ്റേറ്റിൻ്റെ വിലയെല്ലാം ഇടിഞ്ഞതോടെ അങ്ങനെയാണ് ഇപ്പോൾ ഇവന്മാരെല്ലാം പടപടയെന്ന് പൊട്ടി തീർന്നത്. എന്താണെങ്കിലും ശരി, ഈ പെൻഷൻ ദേശസാൽകൃത ബാങ്ക് മുഖേനയാക്കാനുള്ള സതീശൻ സർക്കാരിൻ്റെ തീരുമാനം വളരെ ന്യായവും വ്യക്തവുമാണ്. ഒരുപാട് അനർഹർ ഇതിനകത്തുനിന്ന് ഒഴിവാകും. ഇനി അതിൻ്റെ പേരിൽ ഒരുപാട് സമരവുമായിട്ട് ഇവർ രംഗത്ത് വരും. കാരണം കഞ്ഞി കുടിച്ച് ജീവിക്കാൻ മാർഗമുള്ളവർക്കൊന്നും പെൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടൽ പെൻഷനിൽ ചേരാമല്ലോ, അടൽ പെൻഷൻ പദ്ധതി ഉണ്ട്, ചേരാം. അതായത് 200 രൂപ 250 രൂപ മുതൽ കണ്ട് ചേരാം. അതിനകത്ത് എങ്ങനെ പോയാലും 58 വയസ്സ് കഴിയുമ്പം 2000 രൂപ ഏറ്റവും കുറഞ്ഞ തുക പെൻഷൻ കിട്ടും. അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കി. നമുക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ഇടാം, അതിനും തികഞ്ഞു കിട്ടും. എന്താണെങ്കിലും ഈ സർക്കാരിൻ്റെ ഒരു തീരുമാനം സഹകരണ ബാങ്ക് മുഖേന പെൻഷൻ കൊടുക്കാനുള്ള ആ പരിപാടി അവസാനിപ്പിച്ചത് ഏറ്റവും മികച്ച സർക്കാരിൻ്റെ ഒരു തീരുമാനമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കും. ഇതുപോലെ കഴിഞ്ഞ സർക്കാർ കാട്ടിക്കൂട്ടിയ ഓരോ ഇത്തരം ഉടായ്പകളും എത്രയും വേഗം കണ്ടെത്തി VD സതീശനെ സംബന്ധിച്ച് അതിന് കൃത്യമായി പഠിക്കുന്ന ആളുടെ അറിയാമായിരിക്കും.
ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. അല്ല, ഇത് ഈ ഉടായ്പ കണ്ടെത്തിയാൽ തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യതയിൽ വലിയ കുറവുണ്ടാവും. വ്യാജ വോട്ടർമാരെ കണ്ടെത്തിയതുപോലെ തന്നെ ഈ വ്യാജ പെൻഷൻ കാര്യം കണ്ടെത്തണം. അതാണ് ഖജനാവ് മുടിപ്പിക്കുകയാണ് അവർ. അതാണ്